السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. സഹോദരങ്ങളെ, സൂറത്ത് തകാസുറുമായി ബന്ധപ്പെട്ട് ജബ്ബാർ പറയുന്ന മറ്റൊരു സംഗതി, നേരത്തെ മുഹമ്മദ് അല്ലെങ്കിൽ ഖുർആൻ പലപ്പോഴും അധിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ, അതായത് വാസിലുബിന് വായിൽ, ആസുബിന് വായിൽ, അതുപോലെ വലീദുബിന് മുഗീറ തുടങ്ങിയുള്ള ആളുകളെ ഖുർആൻ നേരത്തെ അധിക്ഷേപിക്കുമായിരുന്നു. ഈ ആളുകളിൽ പെട്ട ആളാണ് ആസുബിന് വായിൽ. അദ്ദേഹത്തെ പറ്റിയാണ് വാലറ്റവൻ എന്ന് അധിക്ഷേപിച്ചിട്ടുള്ളത്, പരിഹസിച്ചിട്ടുള്ളതെന്നാണ്. യഥാർത്ഥത്തിൽ അവിടെ ആസുബിന് വായിലിനെ അധിക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ആയിരുന്നുവോ? മാന്യമായി നിഷ്പക്ഷമായിട്ട് ഖുർആൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഖുർആൻ ഒരിക്കലും ആസുബിന് വായിലിനെ പരിഹസിക്കുകയായിരുന്നില്ല. മറിച്ച് ആസിബിന് വായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ചതിന് പകരം അതിനൊരു മറുപടി പറയുകയായിരുന്നു. ആരാണോ താങ്കളെ വാലറ്റവൻ, കുറ്റിയേറ്റവൻ, അല്ലെങ്കിൽ പിൻഗാമികൾ നശിച്ചവൻ എന്ന് അധിക്ഷേപിച്ചിട്ടുള്ളത്, യഥാർത്ഥത്തിൽ അവൻ തന്നെയാണ് വാലറ്റവൻ, അല്ലെങ്കിൽ കുറ്റിയേറ്റവൻ, അല്ലെങ്കിൽ പിൻഗാമി നശിച്ചവൻ എന്ന് പറഞ്ഞാൽ, താങ്കളെ ഇന്ന് അവർ അധിക്ഷേപിക്കുന്നത് താങ്കൾക്ക് മക്കളില്ലാത്ത, ആൺകുട്ടികളില്ലാത്തതിൻ്റെ പേരിലാണ് താങ്കളെ വാലറ്റവൻ എന്നോ കുറ്റിയേറ്റവൻ എന്നോ ഒക്കെ പറയുന്നതെങ്കിൽ, ഈ അധിക്ഷേപിക്കുന്ന ആളുകൾ ഭാവിയിൽ അവരുടെ പേര് പറയാൻ പോലും ആളില്ലാത്ത വിധത്തിൽ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടാൻ പോവുകയാണ് എന്നുള്ള ഒരു പ്രവചനമാണ് യഥാർത്ഥത്തിൽ ഇന്ന ഷാനിയക ഹുവൽ അബ്തർ എന്ന കൗസറിൽ ആ പ്രയോഗത്തിലുള്ളത്. ഇത് ആസുബിന് വായിലിന് മാത്രമല്ല, ആസുബിന് വായിലിനെ പോലുള്ള എല്ലാവർക്കും ബാധകമായിട്ടുള്ളൊരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചതും അത് തന്നെയാണ്. എന്നിട്ട് ജബ്ബാർ പറയുന്നത്, പിന്നീട് ഇവരുടെയൊക്കെ പിന്മുറക്കാർ ഇസ്ലാമിലേക്ക് വരികയും എന്നിട്ട് അവർ ഇസ്ലാമിൻ്റെ തലയായി മാറുകയും മുഹമ്മദ് വാലായി മാറി വാല് അറ്റുപോയി. പിന്നെ മുഹമ്മദിൻ്റെ വാലായിട്ടുണ്ടായിരുന്നത് സൈനുൽ ആബിദീൻ്റെ അനുയായികളായിട്ടുള്ള കുറച്ച് ഷിയാക്കളാണ്. അവർക്കാവട്ടെ ലോകത്തൊന്നും നേടാനായില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ചരിത്രത്തെ മറച്ചു വച്ചുകൊണ്ട്, വസ്തുതകളെ മറച്ചു വച്ചുകൊണ്ട് മാത്രമേ യുക്തിവാദി ആയാലും അല്ലെങ്കിലും ഒക്കെ ഇത്തരം ഒന്നൊരു സംഗതി പറയാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പോൾ ഷിയാക്കളാവട്ടെ സുന്നികളാവട്ടെ, ലോകത്തുള്ള ഏത് വിഭാഗം, ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മുസ്ലിങ്ങളും അവരൊക്കെ സമ്മതിക്കുന്ന അല്ലെങ്കിൽ ഒത്തുകൂടുന്ന, അംഗീകരിക്കുന്ന ഒരു വസ്തുത ഉണ്ട്. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നുള്ളതാണ്. അവരിൽ നിന്ന് തന്നെ തീർത്തും ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകളെ നമ്മൾ മുസ്ലിങ്ങളായിട്ട് കണക്കൂട്ടണമല്ല. അവരെ പറ്റിയല്ല പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അംഗീകരിക്കുന്ന, അള്ളാഹുവിൻ്റെ ഏകത്വവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അംഗീകരിക്കുന്നവരെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയാം. അതിൽ ഷിയാക്കൾ, സുന്നികൾ, മറ്റ് വിഭാഗങ്ങളൊക്കെ ഉണ്ടാവാം. ഈ ഏത് വിഭാഗത്തെ നമ്മൾ അന്ന് തൊട്ട് ഇന്ന് വരെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം തൊട്ട്, അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്ത് തൊട്ട് ഇങ്ങോട്ട് ഇന്ന് വരെ ഈ വിഭാഗങ്ങളെ ആരെ എണ്ണിയാലും ഇവരാരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയുകയല്ല ചെയ്തിട്ടുള്ളത്.
അവർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയാണ് എന്ന സംഗതിയോ ഇവരാരും തള്ളി പറഞ്ഞിട്ടില്ല. ഇനി ജബ്ബാർ പറയുന്ന ആസിബിന് വായിലിൻ്റെ മകൻ അംർ ബിനുൽ ആസ് ആയിരുന്നാലും വലീദ് ബിൻ മുഗീറയുടെ മകൻ ഖാലിദ് ബിൻ വലീദായിരുന്നാലും ഇങ്ങനെ ഈ അബൂജഹലിൻ്റെ മകൻ ഇക്രിമയായിരുന്നാലും ഇവരൊക്കെ നമ്മൾ എടുത്തു നോക്കുക. ഇവരാരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയല്ലേ ചെയ്തത്. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇവരൊക്കെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നതാരാ? ഇസ്ലാം സ്വീകരിച്ച അംറിനെ ഖാലിദിനെ ഒക്കെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, അവർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകി ആദരിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. അപ്പോൾ ജബ്ബാർ പറയുന്ന വിധത്തിൽ ഇവർ ഇസ്ലാമിക സമൂഹത്തിൻ്റെ തലപ്പത്ത് വന്നു എന്നത് യഥാർത്ഥത്തിൽ അവർ ഇസ്ലാമിൻ്റെ തലയായതുകൊണ്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ തലയായതുകൊണ്ടാണ്. അല്ല, തലപ്പത്തുള്ള ഒരാൾക്ക് മറ്റുള്ള ആളുകളെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ജബ്ബാറിന് അറിയില്ലെങ്കിൽ ഇവിടെ സംഘടന, പ്രസ്ഥാന, പാർട്ടി വ്യവസ്ഥകളെ സംബന്ധിച്ച് ഇനി ഭരണകൂടത്തിൻ്റെ വ്യവസ്ഥകളെ സംബന്ധിച്ചൊക്കെ സാമാന്യ വിവരമുള്ള ഏത് മനുഷ്യനും പറയാൻ കഴിയുന്ന സംഗതിയാണ്. ഇങ്ങനെയുള്ള ആളുകളെ തലപ്പത്ത് കൊണ്ടുവരുന്ന അവർ സ്വയം കയറി വരില്ല, അവരെയൊക്കെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും തലപ്പത്തുള്ള ആരാണോ അയാളായിരിക്കും. ഇവിടെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലാണല്ലോ ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വരികയും ഖാലിദിനെ സൈഫും മിൻ സുയൂഫില്ല, അള്ളാഹുവിൻ്റെ വാള് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ അംർ ബിനുൽ ആസിനെ പിന്നെ സൈന്യത്തിൻ്റെ ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ഇവിടെയൊക്കെ തല നബി തന്നെയാണ്. നബിയുടെ തലക്ക് താഴെ ഇവരൊക്കെ നബിയുടെ പിന്നെ അനുധാവന്മാരായിട്ട് അനുയായികളായിട്ട് മാറി എന്നുള്ളതാണ് വസ്തുത. ഇനി അതിനും പുറമെ ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ അബൂജഹലോ ആസിബിന് വായിലോ വലീദ് ബിൻ മുഗീറയോ ആരുമാവട്ടെ, ഇവരുടെയൊക്കെ പേരുകൾ ഇന്ന് സ്നേഹപൂർവ്വം അല്ലെങ്കിൽ ആദരപൂർവ്വം പറയുന്ന ആളുകൾ ലോകത്താറുള്ളത്. ജബ്ബാർ പറയുന്നുണ്ടോ ഇവരുടെ പേര് വളരെ ആദരപൂർവ്വം? ജബ്ബാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിശംസിക്കാൻ വേണ്ടി അവരുടെ പേര് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നല്ലാതെ ജബ്ബാറിന് ഇവരോട് വലിയ സ്നേഹമുണ്ടോ അല്ലെങ്കിൽ ബഹുമാനമുണ്ടോ? അപ്പോൾ ലോകത്ത് ഇങ്ങനെയുള്ള ആളുകളെ ഇന്നും അന്നും ആരും ആദരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാത്ത ഒരു നിമിഷവും ഭൂമിയിൽ കഴിഞ്ഞു പോകില്ല എന്നുള്ളതാണ് അവസ്ഥ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലം തൊട്ട് ഇന്ന് വരെയുള്ള അവസ്ഥ അതാണ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ച ആളുകൾക്ക് അതേ വാക്കുപയോഗിച്ചുകൊണ്ട് ഖുർആൻ മറുപടി പറഞ്ഞുള്ളത് ശരിയാണ്. അത് അവരെ അധിക്ഷേപിക്കുകയായിരുന്നില്ല, ഒരു വസ്തുത, വരാൻ പോകുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച് പ്രവചിക്കുകയാണ് അവിടെ ഖുർആൻ ചെയ്തിട്ടുള്ളത്. ആ പ്രവചനം 100% പുലർന്നിട്ടാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ആ പുലർച്ച പുലർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ നൈരന്തര്യമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജബ്ബാറിനെ പോലുള്ള കുറേ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കുന്നുണ്ടാവും. എന്നാൽ അതിനേക്കാളേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കുകയും നബിയെ മഹത്വവൽക്കരിക്കുകയും നബിയുടെ അവദാനങ്ങൾ വാടിപ്പുകഴ്ത്തി സമൂഹത്തോട്, മൊത്തം മനുഷ്യരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ പറയുകയും ചെയ്യുന്നത് ഇന്നും ലോകത്തിൻ്റെ നാനാഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടാണ് ജബ്ബാർ യാതൊരു തത്വദീക്ഷയില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നബിയുടെ വാലറ്റ് പോയി എന്ന് പറഞ്ഞത്. അപ്പോൾ സൈനുൽ ആബിദീനിലൂടെ മാത്രമല്ല, ഓരോ മുസ്ലിമിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവരൊക്കെ നബിയുടെ പിൻഗാമികളാണ്, നബിയെ പ്രശംസിക്കുന്നവരാണ്, അനുധാവനം ചെയ്യുന്നവരാണ് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് ഇപ്പോഴും തലപ്പത്തുള്ളത്. നബി മരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നബി മരിച്ചെങ്കിലും നിത്യേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാതെ ഒരു മുസ്ലിമും
അയാളുടെ ഒരു ദിവസം കഴിച്ചു കിടത്തുന്നില്ല. ദിവസത്തിലെ ഒരു നിമിഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാത്തതായി ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അതിനുള്ള വിവേകവും ഇല്ലാത്ത ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. പക്ഷേ വസ്തുതയുമായിട്ട് അതിനൊരു യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. അപ്പോൾ സൂറത്തു തകാസുറിനെ പറ്റി പറയുമ്പോൾ ജബ്ബാർ ഈ അപഹാസ്യനാവുന്ന രീതിയിലുള്ള അയാളുടെ ഈ പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ ആർക്കാണ് ദോഷം ചെയ്യുക? അത് ജബ്ബാറിന് തന്നെയാണ്. ജബ്ബാർ ഈ പറയുന്നത് ജബ്ബാറിനെ തന്നെ അനുയായികൾക്ക് പോലും പിടിക്കാൻ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഗതിയാണ്. അവർ ചരിത്ര വസ്തുതകളും നിലവിലെ വർത്തമാനകാല അനുഭവങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ, അല്ലാതെ കേവലം ഇസ്ലാമിനോടുള്ള വിരോധം തീർക്കാനാണെങ്കിൽ പിന്നെ അത്തരം ആളുകളെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാനില്ല. എന്നിട്ട് പിന്നെ ഈ ആളുകളൊക്കെ ഇത് പാരായണം ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്നാണ് പിന്നെ ജബ്ബാർ പറഞ്ഞത്. അംർ ഇബ്നുൽ ആസ് അതുപോലെ തന്നെ ഖാലിദ് ഇബ്നു വലീദൊക്കെ ഈ ഖുർആൻ്റെ ഈ വാക്യങ്ങളൊക്കെ പിന്നീട് ഉരുവിടേണ്ടി വന്നു. എന്തുകൊണ്ട് അവർ ഉരുവിട്ടു? തങ്ങളുടെ പിതാക്കളെ സംബന്ധിച്ചാണ് ഖുർആൻ ഇത് പറഞ്ഞത് എന്ന് അവരാരെങ്കിലും വിശ്വസിച്ചിരുന്നുവോ? അവർ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം എന്താ? അവരെ വാള് കാട്ടിയിട്ട് ആണോ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? അംർ ഇബ്നുൽ ആസ് ആവട്ടെ ഖാലിദ് ഇബ്നു വലീദ് ആവട്ടെ ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത് ഇനി എതിർത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുക മാത്രമല്ല, ഇസ്ലാമാണ് ശരി എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇസ്ലാമിലേക്ക് വരുന്നത്. ആരും അവരെ നിർബന്ധിച്ചിട്ടില്ല. അംർ ഇബ്നുൽ ആസ് ഇസ്ലാം സ്വീകരിക്കാൻ വരുന്നത് എവിടെ നിന്നാണ്? അദ്ദേഹം മക്കയിൽ നിന്ന് ഇനി മക്കയിലേക്ക് വരാനാവില്ല എന്നുള്ള നിലക്ക് മുഹമ്മദ് ഇവിടെ വിജയിക്കാൻ പോവുകയാണെന്നുള്ള നിലക്കാണ് അദ്ദേഹം നാട് വിട്ടിട്ട് എത്യോപ്യയിലേക്ക് പോയിട്ടുള്ളത്. നേഗസ് രാജാവിൻ്റെ അടുത്ത് ചെന്ന് നേഗസിൻ്റെ പ്രേരണ അദ്ദേഹത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള പ്രസ്താവവും മറ്റും കേട്ടിട്ടാണ് അംർ ഇബ്നുൽ ആസ് തൻ്റെ കൂടെ എത്യോപ്യയിലേക്ക് വന്ന ആളുകളെ അറിയിക്കാതെ അദ്ദേഹം അവിടുന്ന് പതുക്കെ ഊരിച്ചാടി പോന്നിട്ട് മക്കയിൽ വരികയും അങ്ങനെ മദീനയിലേക്ക് പോകുന്ന വഴിയിലാണ് അദ്ദേഹം ഖാലിദിനെ കാണുന്നത്. അപ്പോൾ ഖാലിദിനോട് എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ ഖാലിദ് പറഞ്ഞു, ഞാൻ മദീനയിലേക്ക് പോവുകയാണ്, ഞാൻ മുഹമ്മദിനെ അംഗീകരിക്കാൻ പോവുകയാണ്, ഇസ്ലാം സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ അംർ അദ്ദേഹത്തോട് പറയുന്നത് എൻ്റെ ഉദ്ദേശം തന്നെയാണ്. ഇങ്ങനെ സ്വമേധയാ ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമിൻ്റെ മുന്നണി പോരാളികളായിട്ടുള്ള ഈ ആളുകൾ അവരെങ്ങനെയാണ് ഇസ്ലാമിൻ്റെ തലയാവുക? അവർ വാല് തന്നെയാണ്, ഇസ്ലാമിൻ്റെ വാലായിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. അവിടെയൊക്കെ തല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം അവരെയൊക്കെ ഈ രംഗത്തേക്ക് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ ശേഷം അവരെയൊക്കെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി അവരാ സ്ഥാനത്ത് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് ആ സ്ഥാനം കിട്ടുമായിരുന്നില്ല. ശേഷം അബൂബക്കർ റളിയല്ലാഹു ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലമാവട്ടെ, രണ്ടാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബിൻ്റെ അല്ലെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ ആരെ കാലഘട്ടത്തിലായിരുന്നു ഇവരൊക്കെ ഈ രംഗത്ത് തിളങ്ങിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ആ സ്ഥാനം കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വസ്തുതകളെ നിരാകരിച്ചും മറച്ചു വെച്ചും കൊണ്ടാണ് ജബ്ബാർ ഇങ്ങനെയുള്ള സംഗതികൾ തട്ടിവിടുന്നത്. എന്ന് മാത്രമല്ല ജബ്ബാറിന് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. പറഞ്ഞ് കേൾക്കുന്നവർക്ക് അരോചകമായിട്ടുള്ള അരോചകമായിട്ട് അനുഭവപ്പെടുന്ന വിധത്തിലാണ് ജബ്ബാർ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര പ്രാവശ്യമായി ജബ്ബാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മുഹമ്മദിൻ്റെ കുശുമ്പ്, മുഹമ്മദിൻ്റെ ശത്രുത, മുഹമ്മദിൻ്റെ വിരോധം, മുഹമ്മദിൻ്റെ അസൂയ എന്ന് പറഞ്ഞ് ഇങ്ങനെ പാടാൻ തുടങ്ങിയിട്ട് ഇനിയും മക്കയിൽ അവതരിച്ചിട്ടുള്ള സൂറത്തുകളായി ബന്ധപ്പെട്ട് ഇനിയും ജബ്ബാറിന് പറയാനുള്ള ഇതൊക്കെ തന്നെ ആയിരുന്നു. ഇതിലൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. അപ്പോൾ തനിക്ക് പുതുതായിട്ടൊന്നും പറയാനുമില്ല, പഴയതൊന്നും മറക്കാനുമില്ല, പുതുതായിട്ടൊന്നും പഠിക്കില്ല എന്നുള്ള ആ അവസ്ഥയിലാണ് ജബ്ബാറുള്ളത്. അതുകൊണ്ട് ജബ്ബാർ പറഞ്ഞത് ഇങ്ങനെ പറയണ്. അതുകൊണ്ട് ഇസ്ലാമിനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ ഒരു പോറലും ഏൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ജബ്ബാർ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്.